ഹായ്, നമ്മൾ കീമിന് വേണ്ടി ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3D ജോമെട്രി നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഡയറക്ഷൻ കൊസൈൻസുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ ആൽഫ ബീറ്റ ഗാമ വിത്ത് positive direction of x, y and z axis respectively, then cos 2 alpha plus cos 2 beta plus cos 2 gamma equal to dash. അതായത് അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമുക്ക് 3 ഡയമെൻഷണൽ സ്പേസ് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസ് കാണാം, നിങ്ങൾക്ക് വൈ ആക്സിസ് കാണാം, സെഡ് ആക്സിസ് കാണാം. ഈ 3D സ്പേസിൽ നിങ്ങളൊരു ലൈനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വരച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചു. അപ്പോൾ എക്സ് ആക്സിസുമായിട്ട്, ഏത് എക്സ് ആക്സിസ്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് ആണ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സ് ആവും. ഇത് പോസിറ്റീവ് വൈ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് വൈ ആവും. മുകളിലോട്ട് സെഡ് ആണെങ്കിൽ താഴോട്ടേക്ക് നെഗറ്റീവ് സെഡ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും, അതേപോലെ പോസിറ്റീവ് വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ബീറ്റ, ഇത് ബീറ്റ കേട്ടോ, ബീറ്റയും സെഡ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയുമാണെങ്കിൽ ഈ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് നമ്മൾ പറയുക. ശ്രദ്ധിക്കണേ, ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ലൈൻ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ലൈൻ എന്ന് പറയുന്നത് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയാണ്: കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്നാണ് നമ്മൾ ആ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസുകളെ റെപ്രസെൻ്റ് ചെയ്യുക. സിമ്പിളായുള്ള കാര്യമാണ്. ഈ ഡയറക്ഷൻ കൊസൈൻസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? LM N എന്നും പറയുക. ഓക്കെ. ആൻഡ് ഇവിടെ ചോദ്യം കോസ് 2 ആൽഫ, കോസ് 2 ബീറ്റ, കോസ് 2 ഗാമയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റിലേഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ L² പ്ലസ് M² പ്ലസ് N², അതായത് ഡയറക്ഷൻ കൊസൈൻസുകളുടെ സ്ക്വയേഴ്സിൻ്റെ സം എടുത്താൽ കിട്ടുന്നത് 1 ആയിരിക്കും. വേറൊരു രീതി പറയുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെയും എഴുതാം: കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. ഇതിനും തെറ്റില്ല, കാരണം എല്ലും എമ്മും എന്നും ആണ് ആര്? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. പല ചോദ്യങ്ങളും ഈ രീതിയിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഐഡന്റിറ്റി പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആരുടെ കേസിൽ? ഡയറക്ഷൻ കൊസൈൻ്റെ കേസിൽ. ഓക്കെ, then നോക്ക്, കോസ് 2 ആൽഫ, കോസ് 2 ബീറ്റ, കോസ് 2 ഗാമ. ഇതിൽ കോസ് സ്ക്വയറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് സംഭവം എന്താണെന്നറിയോ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റൻ്റെ ടേം ഉണ്ട്. അപ്പോൾ നിങ്ങളിതാ ഇവിടുത്തെ കേസിൽ കോസ് 2 ആൽഫ പ്ലസ് കോസ് 2 ബീറ്റ പ്ലസ് കോസ് 2 ഗാമ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനെയും കോസ് 2 ആൽഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1 എന്നാക്കി എടുക്കാം. 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1. കോസ് 2 ബീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആണെങ്കിൽ 2 കോസ് സ്ക്വയർ ബീറ്റ മൈനസ് 1 എന്നാക്കി എടുക്കാം. ആൻഡ് അതേപോലെ തന്നെ കോസ് 2 ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോസ് സ്ക്വയർ ഗാമ മൈനസ് 1 എന്നാക്കിയും എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ 2 കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2 കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ ഗാമയിൽ നിന്ന് 2 കോമൺ എടുക്കുക. ഓക്കെ, ദെൻ 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോസ് സ്ക്വയർ ആൽഫ കിട്ടും, ഇവിടുന്ന് 2 എടുത്താൽ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ കിട്ടും, ഇവിടുന്ന് 2 എടുത്താൽ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ബീറ്റ ഗാമ കിട്ടും. റെഡി? പിന്നെ ബാക്കിയുള്ളത് -1 -1 -1 -1 ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 1 ആണെന്നുള്ളത് ഓൾറെഡി ഒരു റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ 1 കൊടുത്താൽ 2 × 1 -1 -1 -1 -1 -1 -2 -1 എന്ന് വരും. അതായത് 2 - 3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? -1. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വരിക -1 ആണ്. റെഡി? അപ്പോൾ ഇങ്ങനെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിൽ വെച്ച് തരുന്ന ഏത് ചോദ്യത്തിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു സംഭവം വരുന്ന രീതിയിൽ എഴുതുക. അതായത് കോസ് സ്ക്വയർ ആൽഫയും കോസ് സ്ക്വയർ ബീറ്റയും കോസ് സ്ക്വയർ ഗാമയും വരുന്ന രീതിയിൽ അതിനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സിമ്പിളാണ്, നല്ല ചോദ്യമാണ്, ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള. നിങ്ങൾക്ക് അറിയാം നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ 2 രീതിയിലാണ് 3D സ്പേസിൽ പഠിച്ചത്. ഒന്ന് വെക്റ്റർ ഇക്വേഷനും രണ്ടാമത്തത് കാർട്ടീഷ്യൻ ഇക്വേഷനും. വെക്റ്റർ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എഴുതുക ഇതിനെ A വെക്റ്ററായിട്ടും A1ഉം ഇത് B1ഉം എയും ബിയും വെച്ചിട്ട് എഴുതുക A + λb. അങ്ങനെയല്ലേ വെക്റ്റർ ഇക്വേഷൻ? R = A + λb എന്നാണ് ആക്ച്വലി എന്ത് എഴുതുക, നമ്മളൊരു ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എഴുതുക. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ.
ഇത് വേറൊരു ലൈനാണ്. അപ്പോൾ അതാ ഇതിനെ ഞാൻ A2 എന്നും മ്യൂ വേറൊരു കോൺസ്റ്റന്റ് ഇതിന് ഞാൻ B2 എന്നും കൊടുത്തു. A1 പ്ലസ് ലാംഡ B1 എന്നും A2 പ്ലസ് മ്യൂ B2 എന്നും. മ്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ്, അതെന്ത് വേണമെങ്കിലും ആകട്ടെ, കോൺസ്റ്റന്റ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളോട് ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ചോദ്യം. അപ്പോൾ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടെത്തണമെങ്കിൽ ആ ആംഗിൾ നമുക്ക് ആംഗിൾ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് B1.B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് B2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് B1ഉം B2 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ചുമ്മാ B1.B2 ഒന്ന് എഴുതി നോക്ക്. B1.B2 എഴുതുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും ആലോചിക്കാനില്ല. ഇവിടെ അതിൻ്റെ കൂടെ 1 ഇവിടെ 3, അപ്പോൾ അതാ 1 ഇൻറ്റു 3 പ്ലസ് ഇവിടെ 2 ഇവിടെ 2, അപ്പോൾ അതാ 2 ഇൻറ്റു 2 പ്ലസ് ഇവിടെ 2 ഇവിടെ 6, അപ്പോൾ അതാ 2 ഇൻറ്റു 6 ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1. മാഗ്നിറ്റ്യൂഡ് B1 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 2 2 അല്ലേ, അപ്പോൾ അതാ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞിട്ടില്ലേ. പിന്നെ മാഗ്നിറ്റ്യൂഡ് B2 എന്ന് പറയുമ്പോൾ B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പോണൻസ് നോക്കുക, 3 2 6 അല്ലേ, അപ്പോൾ നമ്മൾ എഴുതുമ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3ഉം 2ഉം 6ഉം ആണ് സ്കേലാർ കമ്പോണൻസ്. അപ്പോൾ 3യുടെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക, അപ്പോഴാണ് മാഗ്നിറ്റ്യൂഡ് കിട്ടുക. ഗോട്ട് ഇറ്റ്? ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി മാഗ്നിറ്റ്യൂഡ് കാണുന്നൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുന്ന സമയത്ത് നോക്ക് നിങ്ങൾ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3 + 4 7 + 12 19 വരും. 19 ഡിവൈഡഡ് ബൈ ഇത് 4 + 4 8 8 + 1 9 9ൻ്റെ റൂട്ട് എടുത്താൽ 3. ഓക്കെ, ഇത് 9 + 4 13 13 + 36 49 49ൻ്റെ റൂട്ട് എടുത്താൽ 7. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 19 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 എത്രയാണ് 21. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. കോസ് തീറ്റ ആണ് കണ്ടെത്തിയത്, നമുക്ക് തീറ്റ ആംഗിൾ ആണ് വേണ്ടത്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 19/21 ഓപ്ഷൻ സി ആണ് ആൻസർ. റെഡി? ഇത് വളരെ സിമ്പിളായുള്ള ചോദ്യമാണ്. ഇത് നമ്മുടെ ബോർഡ് ലെവലിലൊക്കെ തന്നെയുള്ള ചോദ്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടേറിയതൊന്നും അല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്ത ചോദ്യം നോക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്റ്റർ പാരലൽ ടു ദ സ്ട്രെയിറ്റ് ലൈൻ? അപ്പോൾ നമ്മളൊരു ലൈനിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഈ ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ ഈ പോയിന്റ് I-11j + 101k എന്നൊക്കെ ഉണ്ടല്ലോ, അത് ആക്ച്വലി ആ ഗിവൺ ലൈനിലുള്ള ഒരു പോയിന്റിന്റെ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അതാ നോക്കടാ, ഒരു ലൈനിന്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു A + λb എന്നാണ് എഴുതുക. എന്താ ഈ A വെക്റ്റർ? അതായത് ഈ വെക്റ്റർ എന്താ? ഇത് A, ഇത് B. ഈ A വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എന്നാ. അപ്പോൾ ഇതൊരു വെക്റ്റർ ആണെങ്കിൽ ആ വെക്റ്റർ ഏത് പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആയിരിക്കും? 1 - 11 101. അപ്പോൾ അതാ 1 - 11 101. ഇത് ആ ലൈനിലുള്ള ഒരു പോയിന്റാണ്. ഓക്കെ, ഇനി ഈ ലൈനിന് പാരലൽ ആയിട്ട് വേറൊരു വെക്റ്റർ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതാണ് ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ. അതാണ് 3i - 5j + 2k. ഈ ബി വെക്റ്റർ എന്താണെന്നറിയോ? ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ പാരലൽ വെക്റ്റർ എന്നാണ് അർത്ഥം. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് R ഈസ് ഈക്വൽ ടു A + λb എന്നാണ്. A + λb എന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ ബി എന്ന് പറയുന്നത് എന്താണ്? ആ ലൈനിന് ഏത് നിങ്ങൾ ഇക്വേഷൻ കണ്ടെത്തുന്ന ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്റ്റർ. അപ്പോൾ ചോദ്യം അതല്ല, ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്ററാണ് 3i - 5j + 2k എന്നറിയാം. അതിന് പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറെ ഏതൊരു വെക്റ്ററാണ് നിങ്ങൾക്ക് ഓപ്ഷന് ചൂസ് ചെയ്യാൻ പറ്റുകയാണ്. അത് വളരെ സിമ്പിൾ കാര്യമാണ്. ഓക്കെ, നമുക്കറിയാം ലൈനിന് പാരലൽ ആയുള്ള വെക്റ്ററാണ് 3i - 5j + 2k. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ട് വേറൊരു വെക്റ്റർ കണ്ടെത്തിയാൽ മതി. ഇങ്ങനെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്, 3i + 5j - 2k. ഇല്ല, 3i - 5j + 2k എവിടെയും കാണാൻ പറ്റുന്നില്ല. 3i - 5j + 2k. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതിൻ്റെ അതേ റേഷ്യോയിൽ വരുന്ന വേറെ ഏതെങ്കിലും വെക്റ്റർ ഉണ്ടോ എന്ന് നോക്കുക. സിമ്പിൾ കാര്യമാണ്. നിങ്ങളിതാ ഇവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കോമൺ എടുത്താൽ ഈ 3i - 5j + 2k എത്തുന്നുണ്ടോ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് അതിന് പാരലൽ ആയിരിക്കും. ഈ വെക്റ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് നോക്കണേ, ഇവിടുന്ന് നോക്ക്, ഇവിടെ 3i കിട്ടണം. 3 ആകണേ ഇവിടുന്ന് മൈനസ് പുറത്തെടുക്കണം. മൈനസ് പുറത്തെടുത്താൽ 3i, ഇവിടുന്ന് മൈനസ് പുറത്ത് വന്നാൽ -5j, ഇവിടുന്ന് മൈനസ് പുറത്ത് വന്നാൽ +2k എന്നായി. ഇതല്ലേ ആക്ച്വലി നിങ്ങളുടെ ബി വെക്റ്റർ നോക്ക് അല്ലേ? അതായത് സംഭവം എന്താണെന്നറിയോ? ഈ വെക്റ്ററിനോട് ഒരു -1 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വെക്റ്ററാണിത്. അപ്പോൾ ഈ വെക്റ്ററിനോട് ഒരു -1 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വേറൊരു വെക്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചോതാ, -3i + 5j - 2k. അത് ആർക്ക് പാരലലാ? ഇതിന് പാരലൽ ആയിരിക്കും എന്തായാലും.
അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ലൈനും പാരലൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനെ ഈ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള ഏതെങ്കിലും വെക്ടേഴ്സ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ട്, കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ ആയിരിക്കും ആർക്ക് പാരലൽ ആയിട്ട് വരിക? ഈ ലൈനിന് പാരലൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ പാരലൽ വെക്ടർ ആയിട്ട് നമ്മൾ എടുക്കുന്ന അതിന് പാരലൽ ആയിട്ട് വരിക. ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഇനിയിപ്പോൾ അടുത്ത നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടൂല. ഇവിടെ 3i + 5j + 2k ആ. ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ -3i - 5j - 2k എന്നാണ് കിട്ടുക. ഓക്കെ, പാരലൽ ആവില്ല. ഇവിടുന്ന് നിങ്ങൾ അതേപോലെ എടുത്തിട്ടുണ്ടെങ്കിലും കാര്യമല്ല, നിങ്ങൾക്ക് ഈ റേഷ്യോയിൽ കിട്ടൂല. 3 - 5 അല്ലെങ്കിൽ 3 - 5 2 എന്ന് പറയുന്ന ആ റേഷ്യോയിലേക്ക് വരൂല. ഡയറക്ഷൻ റേഷ്യൂസ് അങ്ങനെ വരണം. അപ്പം അതും നടക്കൂല, അതും പോസിബിൾ അല്ല. ബാക്കി ഏതെടുത്താലും അതിൽ കിട്ടൂല. സോ നമ്മൾ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഐഡിയ ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവരുടെ ഡയറക്ഷൻ റേഷ്യൂസ് ഒരേ തോതിലായിരിക്കും മാറുന്നത്. ഡയറക്ഷൻ റേഷ്യൂസ് സെയിം ആണെന്നും പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 1, 2, 3 and 3, 4k. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ദിസ് ഈസ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇങ്ങനെ തരുന്ന ഇക്വേഷനെയാണ് നമ്മൾ വെക്ടർ ഇക്വേഷൻ്റെ ചോദ്യം 1-2 എണ്ണം നമ്മൾ ചെയ്തു. പക്ഷെ ഇങ്ങനെ x - x1 y - y1 z - z1 ബൈ എന്ന് പറഞ്ഞിട്ട് തരുന്നതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുക. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കും. ഒരു ലൈന്, വി ഹാവ് എ ലൈൻ, നമുക്കൊരു ലൈന് തന്നിട്ടുണ്ട്. ആ ലൈനിൽ നിങ്ങളോട് x - 3/1 x - 3/1 y - 4/1 z - k/5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനാണ് തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ x - 3/1 വിച്ച് ഈസ് ഈക്വൽ ടു y - 4/1 വിച്ച് ഈസ് ഈക്വൽ ടു z - k/5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഏറ്റവും അറിയാവുന്ന അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ലൈനിലുള്ള ഒരു വെക്ടർ ആയിരിക്കും x - x1 y - y1 z - z1 എന്ന് പറഞ്ഞ് തരുന്ന ഈ x1ഉം y1ഉം z1ഉം ഇല്ലേ, ഇത് x1, ഇത് y1, ഇത് z1. അതായത് 3, 4k. 3ഉം 4ഉം കെയും വെച്ചിട്ട് നിങ്ങൾ എഴുതുന്ന കെ ആണ്. അപ്പോൾ കെ ക്യാപ്പ് എന്നാ വരിക കേട്ടോ. ഇത് ഏത് x - x1 y - y1 z - z1 അത് ആ ലൈനിലെ പോയിന്റ് ആയിരിക്കും. ആ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും എന്തെടുക്കുന്നത്, ആ സംഭവം എടുക്കുന്നത്. അതായത് 3, 4k എന്ന് പറയുന്നത് ആ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 1, 2, 3 and 3, 4k. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ലൈനിലെ പോയിന്റ് 3, 4k ആണ്. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. x - x1 y - y1 z - z1 ഇതാണ് x1 y1 z1. ഓക്കെ, x - x1 y - y1 z - k z - z1 അതൊക്കെയാണ്. ഇനി താഴെ നിങ്ങൾ നോക്കി, ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇവിടെ എഴുതുന്ന ഈ സംഭവം. അതായത് ബി വെക്ടർ ആയിട്ട് നമ്മൾ എഴുതുക 1, 1, 5 i + j + 5k ക്യാപ്പ് എന്ന. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂസ് ഈ ലൈൻ്റെ ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇതിന് പാരലൽ ആയുള്ള വെക്ടർ അല്ല ഇതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് നമ്മൾ ഈ താഴെ എഴുതുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ആ പാരലൽ വെക്ടർ എഴുതുക. അതായത് i + j + 5k. എയും ബിയും കിട്ടി. ഇനി വെക്ടർ ഇക്വേഷൻ എഴുതാം, കാർട്ടീഷ്യൻ ഇക്വേഷനായി. ഈ i + j + 5k എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഡയറക്ഷൻ വെക്ടറാ, അല്ലെങ്കിൽ പാരലൽ വെക്ടർ എന്നും പറയാം. പാരലൽ വെക്ടർ എന്നും പറയാം. നിങ്ങൾക്ക് ഇതിനെ ഡയറക്ഷൻ വെക്ടർ എന്നും പറയാം. ഡയറക്ഷൻ വെക്ടർ എന്നും പറയാം. രണ്ട് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം വളരെ സിമ്പിളായുള്ള കാര്യമാണ്. ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യൂസ് നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയടാ? 1, 1, 5 1, 1, 5 1, 1, 5. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ഇക്വേഷൻ വേണ്ട ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് രണ്ടും പാരലൽ അല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നതും 1, 1, 5 തന്നെ ആയിരിക്കണം. ഓക്കെ, പാരലൽ ലൈൻസിൻ്റെ ഡയറക്ഷൻ റേഷ്യൂസ് സെയിം ആയിരിക്കും. ഡയറക്ഷൻ റേഷ്യൂസ് പാരലൽ ലൈൻ്റെ സെയിം. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പാരലൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യൂസ് നോക്കുന്ന സമയത്തും ഇത് രണ്ടും ആക്ച്വലി സെയിമാ. പക്ഷേ ഇവിടുത്തെ കേസിൽ നിങ്ങൾ എങ്ങനെയാണ് ഡയറക്ഷൻ റേഷ്യോ പറയുക? നിങ്ങൾ ഇത് രണ്ടും ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേ പോകുന്നൊരു വെക്ടർ ആണെങ്കിൽ ഇതിനെ ഞാൻ വെക്ടർ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ 3 - 1 2i. ഈ വെക്ടറാണ് ഞാൻ എഴുതുന്നത്. 4 - 2 2j k - 3 എന്ന് തന്നെ എഴുതി. k - 3 k ക്യാപ്പ്. ഇതാണ് ഈ വെക്ടർ.
ഇത് രണ്ടിൻ്റെയും ഡയറക്ഷൻ റേഷ്യൂസ് സെയിം അല്ലേ? ഡയറക്ഷൻ റേഷ്യൂ സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഡയറക്ഷൻ റേഷ്യൂ സെയിം ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂ ചെയ്താൽ സെയിം ആൻസറാണ് കിട്ടുക. ഒറ്റ കാര്യം, ഇവിടെ അതിൻ്റെ കൂടെ 2 അല്ലേ? ഞാനത് എന്തിനാ അങ്ങനെ എടുത്തത്? എടാ, ഈ ലൈൻ സെഗ്മെന്റിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ഒരു വെക്റ്റർ, ഒരു കമ്പോണന്റ് ഫോമുള്ള ഒരു വെക്റ്റർ ആക്കി എടുത്തു. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂ എന്താണെന്ന് നോക്കി. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂ 2 2k-3, ഇതിൻ്റെത് 1 1 5. പാരലൽ ആയതുകൊണ്ട് രണ്ടിൻ്റെയും ഡയറക്ഷൻ റേഷ്യൂസ് സെയിം ആയിരിക്കും. അപ്പോൾ പാരലൽ വെക്റ്റർ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതാം. അതിൻ്റെ കൂടെ 2 ബൈ ഇവിടുത്തത് 1 ഈക്വൽ ടു 2 ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തത് കെൻ്റെ കൂടെ k-3, ഇവിടെ 5, അപ്പോൾ k-3 ബൈ 5 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുന്ന് കെൻ്റെ വാല്യൂ ചോദ്യം 2 ബൈ 1 ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. 2 ബൈ 1 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു k-3 ബൈ 5. ഇതിങ്ങോട്ട് വരുമ്പോൾ 10 ഈക്വൽ ടു k-3, അതായത് കെയുടെ വാല്യൂ 10 + 3 നിങ്ങൾക്ക് 13 എന്ന് കിട്ടും. 13. അപ്പോൾ k 13 ആകുന്ന സമയത്തായിരിക്കും ആക്ച്വലി എന്ത് വരിക? നിങ്ങളുടെ ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുക. ഐഡിയ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നമ്മൾ പാരലൽ വെക്റ്റർ പറയണമെങ്കിൽ ആ ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിന്റ് തന്നാലും നിങ്ങൾക്ക് പാരലൽ വെക്റ്റർ പറയാം, അല്ലെ ഡയറക്ഷൻ വെക്റ്റർ പറയാം. അങ്ങനെയും ചോദ്യം ഉണ്ടാകാറുണ്ട്. ഇതൊന്നും തരൂല. ഈ ലൈനിലുള്ള 2 പോയിന്റ് തരും. ഇപ്പോൾ 3 4 13 തന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ 1 2 3 3 4 13 ആണ് ഈ ലൈനിലെ 2 പോയിന്റ്സ് എങ്കിൽ ഈ ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ എ വെക്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ എടുക്കാം. ഇതിൽ ഏതിൻ്റെത് എടുത്താലും പ്രശ്നമല്ല. ബി വെക്റ്റർ ആയിട്ട് ഒരു വെക്റ്ററിൽ നിന്ന് മറ്റേ വെക്റ്റർ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അതാണ് ആ ലൈനിലെ ഏതെങ്കിലും ഒരു സെഗ്മെന്റിന്റെ കമ്പോണന്റ് ഫോം. അവിടുന്ന് കിട്ടുന്ന ഡയറക്ഷൻ റേഷ്യോ എന്താണോ അതാണ് ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ, വിച്ച് ഈസ് സെയിം ആസ് അതിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ലൈനിന്റെയും ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ കിട്ടിയാൽ, അതായത് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ കിട്ടുക എന്ന് പറയുന്നതും പാരലൽ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ കിട്ടുക എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ബി വെക്റ്റർ കിട്ടി എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ലൈൻസ്, 2 ലൈൻസ് തന്നിട്ടുണ്ട്, ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. 2 ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ 2 ലൈൻ്റെ ഡയറക്ഷൻ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇതിന്റെ ഡയറക്ഷൻ വെക്റ്റർ b1 രണ്ടാമത്തതിന്റെ ഡയറക്ഷൻ വെക്റ്റർ b2 ആണെങ്കിൽ അത് രണ്ടിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. റെഡി? ഇനി ഡയറക്ഷൻ വെക്റ്റർ ആയിട്ട് നിങ്ങൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്ഷൻ വെക്റ്റർ എഴുതുക -2i + j + 3k μi + μ + 1j + μ + 2k എന്നാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഇതും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ പോരെ? ഇതല്ലേ b1 വെക്റ്റർ വെച്ച് എഴുതുക, ഇത് വെച്ചല്ലേ b1 വെക്റ്ററും ഇത് വെച്ചല്ലേ b2 വെക്റ്ററും എഴുതുക. അപ്പോൾ നിങ്ങൾ നോക്ക്, -2 × μ -2μ പ്ലസ് 1 × μ + 1, അപ്പോൾ 1 × μ + 1 എന്ന് പറഞ്ഞാൽ μ + 1 പ്ലസ് 3 × μ + 2, അപ്പോൾ 3 × μ + 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റാണ് ഞാൻ എഴുതിയത്. അതിൻ്റെ കൂടെ ഇവിടെ -2 ഇവിടെ μ, അപ്പോൾ -2 × μ പ്ലസ് ഇവിടെ ജെൻ്റെ കൂടെ 1, ഇവിടെ ജെൻ്റെ കൂടെ μ + 1, 1 × μ + 1 പ്ലസ് ഇവിടെ 3 ഇവിടെ μ + 2, അപ്പോൾ 3 × μ + 2. ഓക്കെ, അപ്പോൾ നോക്ക്, -2μ പ്ലസ് μ പ്ലസ് 1 പ്ലസ് 3μ പ്ലസ് 3 × 2 6 ഈക്വൽ ടു 0. -2μ പ്ലസ് μ എന്ന് പറഞ്ഞാൽ -μ, മൈനസ് μ പ്ലസ് 3μ എന്ന് പറയുമ്പോൾ 2μ കിട്ടും. 1 + 6 7 കിട്ടും ഈക്വൽ ടു 0. അപ്പം μ ഈസ് ഈക്വൽ ടു +7 അങ്ങോട്ട് പോകുമ്പോൾ -7 ആവും. ഇൻറ്റു 2ൻ്റെ അടുത്തുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ /2 ആവും. അതായത് മീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -7/2. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾക്കുള്ള സാധാരണ നമ്മൾ വെക്റ്ററിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ്. 2 വെക്റ്റേഴ്സ് 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും എന്ന് വെക്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. പക്ഷെ ലൈനിൻ്റെ കേസിൽ ഇക്വേഷൻ തന്നിട്ടാണെങ്കിൽ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ വെക്റ്റേഴ്സ് അല്ലെങ്കിൽ പാരലൽ വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അത്രമാത്രം ആ കാര്യം അറിഞ്ഞിരിക്കുക. ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. റെഡി? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ബോർഡ് ലെവലൊന്നും ചെയ്യാത്തൊരു ടൈപ്പാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നോക്ക്, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ലൈൻ. 2 ലൈൻ്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് നിങ്ങളോട് ചോദ്യം. ഓക്കെ ആണേ? നോക്കണേ, 2 ലൈൻ ഉണ്ട്. ആ 2 ലൈൻ്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ പറയുമ്പോൾ 2 ലൈനിലും കോമൺ ആയിട്ട് XYZ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിച്ചു. ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ, x - 3/2 വിച്ച് ഈസ് ഈക്വൽ ടു
y minus 2/2 is equal to z minus 6/1 which is equal to lambda. അടുത്തത് x minus 2/3 is equal to y minus 4/2 is equal to z minus 1/3 equal to ഇത് വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും മ്യൂ. ഇങ്ങനെ നമ്മൾ എഴുതുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ചോദിച്ചാൽ ഇതിലുള്ള ഒരു എക്സ് വൈ സെഡും ഇതിലുള്ള എക്സ് വൈ സെഡും രണ്ടും സെയിമാണ്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇവിടുന്ന് എക്സിനും വൈക്കും സെഡിനും ഈ ലൈനിലെ എക്സിനും വൈക്കും സെഡിനും ജനറലായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തത് എക്സ് മൈനസ് 3/2 ലാംഡ അല്ലേ? ഈ എക്സ് മൈനസ് 3/2 ലാംഡ എന്ന് കൊടുക്കാലോ. അങ്ങനെയാണ് എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു ഈ /2 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ 2 ലാംഡ മൈനസ് 3 അങ്ങോട്ട് പോകുമ്പോൾ +3 ആവും. അതേപോലെ തന്നെ നമുക്ക് y മൈനസ് 2/2 നമുക്ക് ലാംഡ എന്ന് എഴുതാം. അങ്ങനെയാണ് y എന്തായിരിക്കും? 2 ലാംഡ പ്ലസ് 2 ആയിരിക്കും. അതേപോലെ തന്നെ z മൈനസ് 6/1 ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ z ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ലാംഡ ലാംഡ പ്ലസ് 6 എന്ന് എഴുതിയാൽ മതി. കാര്യം മനസ്സിലായോ? അതായത് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആ ലൈനിലെ ഒരു ജനറൽ ആയിട്ടുള്ള പോയിന്റാണ്. അത് ഏത് വേണമെങ്കിലും ആകാം. നമ്മൾ ആ ലൈനിലെ ജനറൽ പോയിന്റ് ആയിട്ട് എക്സ് വൈ സെഡ് കൺസിഡർ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. ഈ ലൈനിലെ ഏതൊരു പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ലാംഡക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും. അത് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ ഇവിടെയും. ഇനി ഇതേ കണ്ടീഷനിൽ ഇവിടെ നിങ്ങൾ എക്സ് കോർഡിനേറ്റ് ചെയ്താണ് എങ്ങനെ വരിക എന്നറിയോ? ഈ /3 അങ്ങോട്ട് പോകും. അപ്പോൾ ദാ എക്സ് ഈക്വൽ ടു ഇങ്ങനെ വരും. എക്സ് ഈക്വൽ ടു /3 അങ്ങോട്ട് പോയാൽ ഇൻറ്റു, അപ്പോൾ 3 മ്യൂ -2 അങ്ങോട്ട് പോകുമ്പോൾ +2. ആൻഡ് അതേപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 2 മ്യൂ + 4 എന്ന് വരും. ആൻഡ് z ഈസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ 3 മ്യൂ ആൻഡ് -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. ഇത് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി എന്ത് നമുക്ക് കാണേണ്ടത് ഈ ലാംഡയുടെ മ്യൂടെ ഏതോ ഒന്നിൻ്റെ വാല്യൂ കിട്ടിയാൽ മതി. കാരണം ഇതിൽ കൊടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് വൈ സെഡ് കിട്ടും. രണ്ട് ലൈനിൽ കോമൺ ആയിട്ടുള്ള എക്സ് വൈ സെഡ് അല്ലേ? ഇതിലും ഉണ്ട്. അപ്പോൾ ആ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ പ്രശ്നം തീർന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈസി കാര്യമാണ്. ഈസി. നിങ്ങൾ ഈ രണ്ട് ലൈനിൻ്റെ ഇക്വേഷനിലും ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 3 മ്യൂ + 2 അല്ലേ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 2 ലാംഡ + 3 അല്ലേ? അപ്പോൾ ഇവിടുത്തെ എക്സും ആക്ച്വലി എന്താ? സെയിമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? എക്സ് ഈക്വൽ ടു ഇവിടെ 3 മ്യൂ + 2 ആണ്, ഇവിടെ 2 ലാംഡ + 3. അപ്പോൾ 2 ലാംഡ + 3 ഈക്വൽ ടു 3 മ്യൂ + 2 എന്ന് എഴുതി. ഓക്കെ, ഇതിങ്ങോട്ടേ കൊണ്ടുവന്നിട്ട് 2 ലാംഡ - 3 മ്യൂ ഈസ് ഈക്വൽ ടു 2 - 3 എന്നും പറഞ്ഞ് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ ആണ്, ബുദ്ധിമുട്ടില്ല. ഇതേപോലെ ഞാൻ എന്താ ഇവിടുത്തെ വൈയും ഒന്ന് സെയിം ആക്കുകയാണ്. ശരിയല്ലേ? ഈ വൈ രണ്ടിലും കോമൺ ആയിട്ടുള്ള വൈയാ. അപ്പം അതുകൊണ്ട് 2 മ്യൂ + 4ഉം 2 ലാംഡ + 2 വൈക്ക് പകരം നമുക്ക് 2 ലാംഡ + 2ഉം അതേപോലെ തന്നെ 2 മ്യൂ + 4ഉം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാം. ഇതിങ്ങോട്ട് വരുമ്പോൾ 2 ലാംഡ - 2 മ്യൂ ഈസ് ഈക്വൽ ടു 4 - 2 എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2 ഒന്നും കൊടുക്കാം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിയും. നോക്കൂ, ഒന്ന് 2 ലാംഡ - 2 മ്യൂ ഈസ് ഈക്വൽ ടു 2, മറ്റേത് 2 ലാംഡ - 3 മ്യൂ ഈസ് ഈക്വൽ ടു -1. ഒന്ന് സോൾവ് ചെയ്തു. ഏതോ ഒന്നിൻ്റെ വാല്യൂ കിട്ടിയാൽ മതി. ഇവിടെ ലാംഡയുടെ മുമ്പിൽ സെയിമാ. അപ്പോൾ നിങ്ങൾക്കിത് നോക്ക്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ്. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ അത് അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ -2 മ്യൂ മൈനസും പ്ലസ്. അപ്പോൾ -2 മ്യൂ + 3 മ്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മ്യൂ. അപ്പോൾ മ്യൂ ഈക്വൽ ടു 2 - -1, അതായത് 2 - -1 എന്ന് പറയുമ്പോൾ 2 + 1 3. മ്യൂവിൻ്റെ വാല്യൂ 3 അല്ലേ? മ്യൂവിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് മ്യൂക്ക് പകരം 3 കൊടുത്തു നോക്ക്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 × 3 + 2, y ഈസ് ഈക്വൽ ടു 2 × 3 + 2, 2 × 3 + 4 ആണ്, കാരണം മ്യൂക്ക് പകരമാണ് 3 കൊടുത്തത്. z ഈസ് ഈക്വൽ ടു 3 × മ്യൂവിന് പകരം 3 കൊടുക്കുക +1. അങ്ങനെയാണെങ്കിലേ 9 + 2 11, 6 + 4 10, 9 + 1 10. സോ നിങ്ങളുടെ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് രണ്ട് ലൈനിലുള്ളതായിട്ട് വരിക എന്താണെന്നറിയോ? ഇനി മ്യൂ മതി, ലാംഡ കൊടുത്താലും അത് കറക്റ്റാണ് കിട്ടുക. ഇവിടുന്ന് ഒരു ലാംഡയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. മ്യൂ ഒറ്റൊന്നിൻ്റെ വാല്യൂ കിട്ടിയാൽ ഇതിൽ കൊടുത്തു നോക്കിയാൽ നിങ്ങളുടെ ആൻസറായി x 11, y 10, z 10. 11, 10, 10 എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിരിക്കും. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ്. ഇങ്ങനെയാണ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഫൈൻഡ് ചെയ്യുക. രണ്ട് ലൈനിനും നിങ്ങൾ എക്സിന് ജനറലായിട്ട് എക്സിനും വൈക്കും സെഡിനും
ഓരോ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണെങ്കിൽ രണ്ടിലുള്ള എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും സെയിം ആയിരിക്കും. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് മ്യൂവിൻ്റെയും ലാംഡൻ്റെയും ടേമിൽ 2 ഇക്വേഷൻ ആക്കി എടുത്തിട്ട് ആ പെയർ ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ കിട്ടും. ആ ഒരു കോൺസ്റ്റൻറ്റ് നിങ്ങൾ ഏത് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണോ കിട്ടിയത് അതിൽ നിങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സും വൈയും സെഡും നിങ്ങൾക്ക് കിട്ടും. ഈസി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിമ്പിളാണ്. ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 3D ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കുക. വീണ്ടും കാണാം.